എല്ലാവർക്കും തൂവൽ തിരയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു രാജ്മ കറി ഉണ്ടാക്കിയാലോ? അതിനായി ഒരു 200 ഗ്രാം രാജ്മ എടുത്തിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് കുതിർത്ത് എടുക്കുന്നതിന് വേണ്ടി നന്നായി കഴുകിയതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു കുക്കറിലേക്ക് മാറ്റണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. 5 വിസിൽ വരുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് ഇനിയും കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ ചേർത്ത് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കൊരു 2 സവാള ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ശേഷം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതുകൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി വഴണ്ട് വന്നതിന് ശേഷം 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. നമ്മുടെ രാജ്മ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനിയും നമുക്ക് മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം, തണുത്ത വെള്ളം ചേർക്കണ്ട. വെള്ളം ചൂടാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയും നമുക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. 2 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടി ആവശ്യമായിട്ടുണ്ട്. അതിനായി ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റിയാണ്. നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.